ഹായ് മക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാവരും ഹയർ സ്റ്റഡീസിന് പോവാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കൂടെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ കൂടെ +2 പഠിക്കുമ്പോൾ നന്നായിട്ട് നമ്മളെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ടായ കുട്ടികളൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാൻ ഓരോ കോളേജുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോ ഏജൻസിനെ കണ്ടെത്തുന്നുണ്ട് പല രീതിയിലും. ഓരോരുത്തർ ഓരോ ഡിപ്പെൻസ് ആയിരിക്കുമല്ലോ ഓരോ കോഴ്സുകൾ. ആ സമയത്ത് അവർ പോകാൻ തുടങ്ങുന്ന ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഫസ്റ്റ് ഡേ, അതായത് കോളേജിൽ പോയിട്ട് അവർ ഫസ്റ്റ് ഡേ ആ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് അവരൊരു സ്റ്റാറ്റസ് ഇടാനുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി വെക്കാനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കും, നിങ്ങളത് കാണുകയും ചെയ്യും. ആരാണ് നിങ്ങളെന്ന് പറയുന്നത്? അതായത് ഹയർ സ്റ്റഡീസിന് സാധ്യമാവാത്തവർ, നമ്മൾ പച്ച മലയാളത്തിൽ പറയുമ്പോൾ ശരിക്കും ഫെയിലായവർ. അവർക്കും പോവണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആ രംഗം ആലോചിച്ച് നോക്ക്. അവരൊക്കെ കോളേജിൽ പോകുന്നുണ്ട്. പിന്നെ ഓരോ കോളേജിൽ എന്ന് പറഞ്ഞാൽ +2 പോലെയല്ല. കോളേജിൽ എന്ന് പറഞ്ഞാൽ ആഴ്ച 2 പരിപാടി ഉറപ്പാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളും മറ്റ് കോളേജിലൊക്കെ ആണെങ്കിൽ എല്ലാ കോളേജും ആഴ്ച 2 പരിപാടി മസ്റ്റാണ്. അത് നമ്മൾ എൻജോയ് ചെയ്തു പോകണം. പിന്നെ എലക്ഷന് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസുകളും എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രം അത് കണ്ട് ഉള്ളൊന്ന് പെടയും. ഇല്ലേ? ഉറപ്പല്ലേ? എടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പെടയാതിരിക്കാനും അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഗവൺമെൻറ് സേ എന്ന് പറയുന്നത്. കാരണം സേയുടെ ഫുൾ ഫോം തന്നെ നോക്കിയേക്കാൻ, സേവ് എ ഇയർ, സേവ് എ ഇയർ, SAY. നിങ്ങൾ ഒരു വർഷം സേവ് ചെയ്യണം മക്കളെ. അടുത്ത ബാച്ച് നിങ്ങളെ സേവ് ചെയ്തിരിക്കും. നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, കൃത്യമായ ലൈവടാ. ഹ്യൂമാനിറ്റീസും കൊമേഴ്സൊക്കെ നമ്മൾ എങ്ങനെ ലൈവ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയോ? അതായത് രാവിലെ നമ്മൾ തുടങ്ങും അവർക്ക് വേണ്ട സബ്ജക്റ്റിന് ആ സമയത്ത് അവർ കയറാം. അവർക്ക് ലൈവ് ക്ലാസ്സിൽ എങ്ങനെയാണ് ക്ലാസ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് ഓരോ ടോപ്പിക്കുകളും എടുത്തു കഴിഞ്ഞിട്ട് 1 മിനിറ്റ് പഠിക്കാൻ കൊടുക്കും. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഞാൻ പൊളിറ്റിക്സും ഹിസ്റ്ററിയൊക്കെയാണ് ഞാൻ എടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ തന്നെ, എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കും, അത് പഠിപ്പിക്കും, പഠിച്ചോ, നോട്ട് ചെയ്തോ, ക്ലിയർ. ഒരു ഓഫ്ലൈൻ കൊണ്ടുപോകണ പോലെ, ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ അതേപോലെ നമ്മൾ ഓൺലൈനിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു ഇൻഡിവിജ്വൽ പോലെയാണ്. കാരണം കുറേ കുട്ടികളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ആ കാരണം എല്ലാവരും തോറ്റവരും എല്ലാവരും അങ്ങനെയല്ലല്ലോ. അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അടുത്ത സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ജൂൺ 9 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 9 നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്. ഏകദേശം സെക്കൻഡ് ബാച്ചിലും കുറഞ്ഞ സീറ്റേ നമ്മൾ എടുക്കുന്നുള്ളൂ, എല്ലാവരും നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് സേവ് എ ഇയർ, അതായത് നിങ്ങൾക്ക് +2 കിട്ടണം എന്നുണ്ടെങ്കിൽ, +2 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. നമ്മൾ 10ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറയുന്ന പോലെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ് മാത്രമുള്ളൂ എന്ന് പറയും. ഒന്ന് ഗൾഫിൽ പോയിട്ട് ഒരു നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ വരെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് 10ാം ക്ലാസ് മാത്രമുള്ളൂ. പലരും പറയുന്നുണ്ടാവും ബിസിനസ് ചെയ്താൽ പോരെ, ബിസിനസ്സിന് ഒരു ഇതുമില്ലല്ലോ. മക്കൾ, അതൊക്കെ പഴയ കാലത്ത്. ഇപ്പം ബിസിനസ് ചെയ്യുന്ന പുതിയ പിള്ളേരെ നിങ്ങൾ എടുത്തു നോക്കി നോക്കുക. പുതിയ പിള്ളേർക്ക് വരെ ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. BTech കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, PG കഴിഞ്ഞവരുണ്ടാവും. എല്ലാവരും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വാങ്ങിയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്, അല്ലാതെ ഒരു അന്തം കുന്തം അറിയാതല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വാക്ക് കേട്ടോ. ജൂൺ 9 നമ്മുടെ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പേ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആക്കും കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസും കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജൂൺ 23 എന്ന് പറഞ്ഞാൽ അധിക ദിവസങ്ങളൊന്നുമില്ല. ജോയിൻ ചെയ്ത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി +2 കയറിയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്ന് ചോദിക്കുമ്പോൾ +2 ആണ് ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് അടുത്ത വർഷം പറയാൻ കഴിയണം. +2 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഡിഗ്രി എന്നും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ PG എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം. എത്താൻ കഴിയുന്നവരാണ്, നിങ്ങൾക്ക് മൈൻഡുള്ളവരാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആ മൈൻഡ് പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും പ്രവർത്തിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, എടാ, ഒരു +2 ഇല്ലാത്ത ഒരാൾക്ക് പെണ്ണ് കിട്ടാൻ വരെ റിസ്ക്കാണ്. അങ്ങനെ തന്നെ ഞാൻ പറയാം. ഡിഗ്രി വരെ ചോദിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് +2 ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ പെണ്ണ് ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങളോട് പറയും +2 പോലും ഇല്ലേ. ആ ലെവൽക്ക് വരെ ചെക്കന്മാരെത്തും. അതേപോലെ തന്നെ പെൺകുട്ടികളും, ചെക്കന്മാർക്ക് ചിലപ്പോൾ +2 ഇല്ലാത്ത പെൺകുട്ടികളൊന്നും പറ്റിക്കൊള്ളുന്നില്ല.
പഠിച്ചോ മക്കളെ, അതേ പറയാനുള്ളൂ. ജൂൺ 9-ാം തീയതി അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, നിങ്ങൾ കൂടെ കൂടിക്കുക, ഞങ്ങൾ ജയിപ്പിച്ച് തരാൻ തയ്യാറാണ്. 100% നിങ്ങൾ ജയിപ്പിച്ച് തരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിലേറെ തയ്യാറാണ്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ജൂൺ 9-ാം തീയതി സെക്കൻഡ് ബാച്ച് നമ്മൾ പിടിച്ചിരിക്കും. ജൂൺ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം നമ്മൾ കലക്കും, കസർത്തും, തിമിർത്തും. ബൈ.